കോഴിക്കോട് മഴക്കെടുതിയിൽ വെള്ളക്കെട്ടുണ്ടായ മേഖലകളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. ക്യാമ്പുകളിലേക്ക് ബന്ധുവീടുകളിലേക്ക് മാറിയ ജനങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. വെള്ളം കയറിയ വീടുകൾ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. രമ്യ ദാസ് ആണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകുവാനായി ചേരുന്നത്. രമ്യ, എന്തായാലും ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ജില്ലയിൽ നിന്ന് നൽകുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ക്ലീനിംഗ് പ്രവൃത്തികളാണ്. ഇനി അതിനുള്ള ഒരു പരിപാടികളൊക്കെ എങ്ങനെയാണ് ആരംഭിച്ചിട്ടുണ്ടോ? നടപടികളൊക്കെ ഏതൊരു രീതിയിലാണ് പുരോഗമിക്കുന്നത്? ആര്യ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കനത്ത മഴ തന്നെയാണ് സംസ്ഥാനത്ത് ഉൾപ്പെടെ പെയ്തിരുന്നത്. അതിനാൽ തന്നെ കോഴിക്കോട് ജില്ലയിലും കനത്ത മഴ തുടർന്നിരുന്നു. ഇതിന്റെ ഭാഗമായി താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. വിവിധ വീടുകളിലേക്കാണ്, അതായത് ഈ താഴ്ന്ന മേഖലകളിലെ ഉള്ള വീടുകളിലേക്കെല്ലാം വലിയ തോതിൽ വെള്ളം കയറുകയും ഇത്തരത്തിൽ ആളുകളെല്ലാം ക്യാമ്പിലേക്കും ബന്ധുവീടുകളിലേക്കൊക്കെ മാറ്റി താമസിപ്പിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ ഇപ്പോൾ മഴ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന സാഹചര്യമാണ്. അതിനാൽ തന്നെ ഈ പുഴകളിലെല്ലാം തന്നെ ജലനിരപ്പ് ചെറുതായി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി ഈ വെള്ളം കയറിയ വീടുകളിലേക്കും, അതായത് വീടുകളിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി. നിലവിൽ ഇപ്പോൾ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ, അതായത് ക്യാമ്പുകളിലേക്കും ബന്ധുവീടുകളിലേക്കൊക്കെ മാറിയ ആളുകൾ തിരിച്ചെത്തുന്നു വീടുകളിലേക്ക്. ഇനി അവർക്ക് ചെയ്യാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വീടുകൾ വൃത്തിയാക്കുക എന്നുള്ളതാണ്. കാരണം ഈ വെള്ളം കയറിയതോടുകൂടി വലിയ രീതിയിൽ ചെളിയൊക്കെ അടിഞ്ഞുകൂടിയിട്ടുണ്ട് എല്ലാ വീടുകളിലും. അപ്പോൾ ഇതെല്ലാം തന്നെ ക്ലീൻ ചെയ്ത് വീട് ശുചിയാക്കി എടുക്കേണ്ടതും തുടർന്ന് താമസയോഗ്യമാക്കേണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം നടപടികളാണ് നിലവിൽ ഇപ്പോൾ എല്ലാ വീടുകളിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ചില വീടുകൾ മാത്രമാണ് ഇനിയും കുറച്ചുകൂടി വെള്ളം ഇറങ്ങാനുള്ളത്. മിക്കവാറും വീടുകളിലൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങി, മുറ്റത്തൊക്കെയാണ് ഇപ്പോൾ വെള്ളമുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം വലിയ രീതിയിൽ ചെടി അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് നാശനഷ്ടങ്ങളും ഈ ഒരു മഴക്കെടുതിയിലൊക്കെ വന്നിട്ടുണ്ട്. കാരണം എല്ലാ വർഷവും ഈ താഴ്ന്ന മേഖലയെല്ലാം തന്നെ എല്ലാ വർഷവും ഇവർ നേരിടുന്ന ഒരു ദുരിതമാണ്. കാരണം ഇത്തരത്തിൽ വലിയ രീതിയിൽ മഴ പെയ്യുമ്പോൾ വലിയ രീതിയിൽ വെള്ളം വീടിനുള്ളിലേക്ക് കയറുന്നു. ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ബന്ധുവീട്ടിലേക്ക് മാറേണ്ട അവസ്ഥ വരുന്നു. കുറേ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ നാശം സംഭവിക്കുന്നു. മാക്സിമം ഇവരെല്ലാ സാധനങ്ങളും മുകളിലത്തെ നിലയിലേക്ക് അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്ക് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റാനൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷേ ചില സാധനങ്ങളൊക്കെ നാശം വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ മഴക്കാലവും ഈ ദുരിതമാണ് ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ വെള്ളം ഇറങ്ങിയതോടുകൂടി പല വീടുകാരും ക്ലീനിങ് സാധനങ്ങളൊക്കെ ആയിട്ട് വീടുകളിലേക്ക് എത്തുന്നുണ്ട്. കാരണം ഇതിൽ മറ്റാരും സഹായിക്കാനൊന്നുമില്ല. ചെറിയ തോതിൽ മാത്രമാണ് പലയിടങ്ങളിലും ഇത്തരത്തിൽ സേവാഭാരതി പോലുള്ള ആളുകളുടെയൊക്കെ സേവനമൊക്കെ ലഭിക്കുന്നത്. സേവാഭാരതിയുടെ സേവനം മിക്കവാറും എല്ലായിടങ്ങളിലും ലഭിക്കുന്നുണ്ട്. മറ്റുള്ള സന്നദ്ധ സംഘടനകളൊന്നും ഇത്തരത്തിൽ ഒരു സഹായമായിട്ട് എവിടെയും എത്താറില്ല എന്നുള്ളത് തന്നെയാണ് കാരണം. അപ്പം നിലവിൽ ഇപ്പോൾ ഇവരിപ്പോൾ ഈ ക്ലീനിങ് പരിപാടികൾക്കൊക്കെ തിരിച്ചെത്തി തുടങ്ങി. വീടുകളെല്ലാം ക്ലീൻ ചെയ്യുകയാണ്. വീട് സുരക്ഷിത യോഗ്യമാക്കേണ്ടതുണ്ട്. കാരണം വലിയ രീതിയിലുള്ള ചെളി വീടുകൾ ഉൾപ്പെടെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മഴ ഒഴിഞ്ഞു മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം പലരും മടങ്ങിയെത്തി തുടങ്ങുകയാണ്. മഴ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഓറഞ്ച് അലർട്ടാണ് നിലവിൽ കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിലെങ്കിലും വലിയ രീതിയിലുള്ള മഴയൊന്നും ഇന്ന് രാവിലെ മുതൽ തന്നെ പെയ്തിട്ടില്ല എന്നുള്ളേറെ ആശ്വാസകരമാണ്. ഈ തൽസ്ഥിതി തുടരുകയാണെങ്കിൽ വെള്ളം പൂർണ്ണമായും ഇറങ്ങും ഈ വീടുകളിലേക്ക്. ബാക്കിയുള്ള ആളുകൾക്ക് കൂടി, അതായത് ഇപ്പോൾ ഒരു കുറച്ച് വീടുകളിലെ ആളുകൾ മാത്രമാണ് തിരിച്ചെത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള ആളുകൾക്ക് കൂടി വീടുകളിലേക്ക് തിരിച്ചെത്താനും ഈ വീടെല്ലാം ക്ലീൻ ചെയ്ത് പൂർവ്വസ്ഥിതിക്ക് കയറി താമസിക്കാനും എല്ലാം യോഗ്യമാക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇത്തരം നടപടികളാണ് കോഴിക്കോട് ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുള്ള മേഖലയിലെല്ലാം തന്നെ ഈ നടപടികളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആര്യ. ശരി രമ്യ, എന്തായാലും കോഴിക്കോട് ജില്ലയിൽ വെള്ളം ഇറങ്ങി തുടങ്ങി എന്നുള്ള വാർത്ത തന്നെയാണ് വരുന്നത്. ഇനി ക്ലീനിംഗ് പരിപാടികളാണ് അവിടെ നടക്കുന്നത്. രമ്യദാസാണ് വിവരങ്ങൾ നൽകിയത്.